എൻ്റെ അമ്മ ഇന്നലെ പോയി ആൻഡ് ദിസ് ഈസ് ദ നെക്സ്റ്റ് ഡേ. വി സ്റ്റേഡ് ഓവർനൈറ്റ് ഇൻ ഫ്രാങ്ക്ഫർട്ട്. ഇന്ന് ഈവനിങ് ആണ് എൻ്റെ മദർ ഇൻ ലോ വരുന്നത്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഒരു മോൾ, സ്കൈലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോളിലേക്ക് പോവാണ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരുപാട് ടൈം ഉണ്ടല്ലോ നമുക്ക്. ഈ മോൾ ആക്ച്വലി ഭയങ്കര വലുതാണ്. പക്ഷെ ഞങ്ങൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ലഞ്ച് മാത്രമേ കഴിക്കുന്നുള്ളൂ. കുറച്ച് ലോഡഡ് ബേക്ക് പൊട്ടാറ്റോ, പാസ്ത ആൻഡ് കുറച്ച് ലോഡഡ് ഫ്രഞ്ച് ഫ്രൈസ്. ഇതാണ് ഞങ്ങളുടെ ലഞ്ച്. ആൻഡ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഗെയിംസ് കളിച്ചു. നോറ ഷി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു. സോ ഒരുപാട് കാശും സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഗെയിംസൊക്കെ കളിച്ച് ജസ്റ്റ് ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈവനിങ് ആയി. സോ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. പെട്ടെന്ന് ഞങ്ങൾ റെഡി ആയിട്ട് എൻ്റെ മദർ ഇൻ ലോനെ പിക്ക് ചെയ്യാൻ പോവാണ്. അപ്പം ഫ്രാങ്ക്ഫർട്ട് എയർപോർട്ടിൽ ഇപ്പം പുതിയ ടെർമിനൽ സ്റ്റാർട്ട് ചെയ്തു, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ടെർമിനൽ 3 ഒരു 10 years ആയിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ്. ആൻഡ് ഫൈനലി ഈ ഏപ്രിലാണ് ഓപ്പൺ ചെയ്തത്. എൻ്റെ മദർ ഇൻ ലോ വരുന്നത് എമിറേറ്റ്സിലാണ്. മേജറായിട്ടുള്ള എയർലൈൻസ് ഒക്കെ ഇപ്പം ടെർമിനൽ 3യിലാണ് വരുന്നത്, എൻ്റെ നോളജ് അനുസരിച്ച്. ടെർമിനൽ 1നെയും 2നെക്കാട്ടിലും കാണാൻ തന്നെ നല്ല ഡിഫറെൻ്റ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ. ഞാൻ ഓൺലൈനിൽ ജസ്റ്റ് ഇതിനെപ്പറ്റി നോക്കിയപ്പോൾ കണ്ടത് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇവർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്, ഇവിടെ എക്വിപ്മെൻ്റാണ്. സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെയൊക്കെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്വിപ്മെൻ്റാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. എനിവേ നമ്മൾ അറൈവൽ ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മൾ കാറ് പാർക്ക് ചെയ്തു ആൻഡ് നമ്മൾ ഒരു ബ്രിഡ്ജ് പോലെ ക്രോസ് ചെയ്ത് വേണം നമ്മൾ അറൈവലിലേക്ക് എത്താൻ. ഈ ഫ്ലൈറ്റ് കറക്റ്റ് ടൈമിൽ ലാൻഡ് ചെയ്തു. പക്ഷേ വേറെ ഒരുപാട് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് തിരക്കുണ്ടായിരുന്നു അകത്ത്. സോ കുറച്ച് ടൈം എടുത്തു പുറത്തേക്ക് വരാനായിട്ട്. ആ ഒരു സമയത്തിന് നമ്മൾ ഡിന്നർ കഴിക്കാനായിട്ട് ജസ്റ്റ് ബർഗർ കിങ്ങിലേക്ക് കയറി. പക്ഷേ ഓർഡർ ചെയ്തപ്പോഴത്തേക്കും ഫുഡ് വന്നപ്പോഴത്തേക്കും ആക്ച്വലി ഷീ കോൾഡ് പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞു. നമ്മൾ നിൽക്കുന്നതിന് ഒരു 50 meters ഇപ്പുറത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് ബർഗർ കിങ്ങിലെത്താം. സോ നമ്മൾ ഫുഡ് അവിടെ തന്നെ വെച്ചു, ബിക്കോസ് ഷീ വാസ് കമ്മിങ് ഔട്ട് ആൻഡ് നമുക്ക് കളക്ട് ചെയ്യാൻ വരണമായിരുന്നു. സോ ഷീ ഈസ് ഫൈനലി ഹിയർ. കൊച്ചിയിൽ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്കായിരുന്നു, കൊച്ചി ടു ദുബായ് ആൻഡ് ദുബായ് ടു ഫ്രാങ്ക്ഫർട്ട് ആയിരുന്നു. ആൻഡ് ദിസ് ഈസ് എ സെക്കൻഡ് ടൈം ഇൻ ജർമ്മനി. ആദ്യമായിട്ടാണ് ജർമ്മനിലേക്ക് ഒറ്റയ്ക്ക് വരുന്നത്. ബട്ട് ഇറ്റ് വാസ് ഓൾ ഫൈൻ. ഷീ വാസ് റിയലി ഹാപ്പി ടു സീ ഹർ ഗ്രാൻഡ് കിഡ്സ്. നോറേനെ ഈ ബേബിയുടെ അത്രയും ചെറുപ്പത്തിൽ കണ്ടിട്ടില്ല, ഒരു ഗ്രാൻഡ് പേരൻറ്റും കണ്ടിട്ടില്ല. സോ ഐ കുഡ് റിയലി സീ ദാറ്റ് ഷീ വാസ് ഹാപ്പി ടു സീ ദ ബേബി. ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ബർഗർ കിങ്ങിൽ പോയി ഞങ്ങളുടെ ഡിന്നറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഹനോവറിലേക്ക് പോവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.